പരിമിതികൾക്ക് നടുവിലും CBSE +2 പരീക്ഷയിൽ 487 മാർക്കോടുകൂടി വിജയം. 2 വിഷയങ്ങൾക്ക് 100-ൽ 100 മാർക്കും. പക്ഷേ കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും ഇതൊരത്ഭുതമല്ല കേട്ടോ. ഒരുപക്ഷെ മനോജ് എന്ന വിദ്യാർത്ഥിയുടെ മികവ് അവർക്ക് നന്നായി അറിയുന്നതുകൊണ്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മനോജ്. വെൽക്കം ടു മൂവി വേൾഡ്. ഇപ്പൊ +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ പറയാ, കലക്കം വിജയമൊക്കെ കരസ്ഥമാക്കിയിട്ടിരിക്കുകയാണ്. 485 മാർക്കാണ് അല്ലേ? 487 മാർക്കാണ്. ഇപ്പൊ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടല്ലോ അല്ലെ? ആ സന്തോഷം മുഖത്ത് കാണാനുണ്ട്, പറയൂ. യെസ്, സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ സ്റ്റേറ്റിൽ നിന്നാണ് ഞാൻ CBSEയിലേക്ക് വരുന്നത്. സോ എനിക്ക് അതിൻ്റെ ഒരു ആങ്സൈറ്റി, ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് സിലബസിൽ നിന്ന് CBSE വന്നാൽ ക്യാൻ ഐ ഫെയർ വെൽ, അങ്ങനെ ഒരു സച്ച് കൈൻഡ്സ് ഓഫ് തോട്ട്സ് നാഗ്ഡ് അറ്റ് മൈ മൈൻഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചതിലും കൂടുതലാണെന്ന് എനിക്ക് പറയാം. അത് സാധാരണ എല്ലാ സ്റ്റുഡൻസും ഫീൽ ചെയ്യുന്ന ആങ്സൈറ്റി ആണോന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ചതിലും കൂടിയ ഒരു വിജയം തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഇപ്പൊ സ്റ്റേറ്റ് സിലബസിൽ എത്ര നാളുണ്ടായിരുന്നെ? ഏത് ഇയർ തൊട്ടാണ് CBSE ആവാൻ തുടങ്ങിയത്? ഞാൻ ഫസ്റ്റ് 10th വരെ സ്റ്റേറ്റ് ആയിരുന്നു, അതിന് ശേഷമായിരുന്നു CBSE. അപ്പൊ ടഫായിട്ട് ഫീൽ ചെയ്തോ? ടഫായിട്ട് ഫീൽ ചെയ്തോന്ന് വെച്ചാൽ ഞാനത് ടു ബി ഓണസ്റ്റ്, ഞാൻ സിലബസ് എന്താന്ന് ബേസ് ചെയ്തിട്ടല്ല, എനിക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ടോപ്പിക് എന്താ ആ ഒരു രീതിയിലാണ് പഠിച്ചു പോയത്. കാരണം ഇനിയിപ്പോ സിലബസിനെ കുറിച്ച് ചിന്തിച്ചാൽ കൂടുതൽ ടെൻഷൻ ആവും. അപ്പോൾ ഞാൻ അതിനൊന്നും കുറിച്ച് ചിന്തിക്കാതെ ആയിരുന്നു പഠിച്ചത്. CBSE ആണിത്. പക്ഷെ സ്റ്റിൽ ആ CBSEയിലേക്ക് വരുന്നതിന് മുമ്പ് ടു ബി ഓണസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് CBSEയുടെ സിലബസ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോ ആ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സ്കൂളിൽ വന്നതിന് ശേഷം എനിക്ക് I didn't care much about the syllabus afterwards. 10 കഴിഞ്ഞിട്ട് CBSEയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ ടീച്ചേഴ്സ് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന സ്റ്റുഡൻസ് മാറിയിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നോ? അതിൻ്റെയൊക്കെ ടെൻഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും they were really warm and friendly. So I'm feeling really grateful towards them. കാരണം ഞാൻ പറയാതെ എന്നെ ഹെൽപ്പ് ചെയ്യുകയും എൻ്റെ ഏത് കാര്യങ്ങൾക്കും എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും ഉണ്ടാവും. പിന്നെ ടീച്ചേഴ്സിന് ഏത് സമയത്ത് എൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിച്ചാലും എന്നെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറയാനും ടീച്ചേഴ്സും ഉണ്ടാവും. സോ I'm lost for words because they have done so much for me in a short span of 2 years. മനോജ് എങ്ങനെ പഠിക്കുക? രാവിലെ എഴുന്നേറ്റ് പഠിക്കോ? ഞാൻ രാവിലെ ഒരു 5 to 5:30 എന്തായാലും എണീക്കും. എന്നിട്ട് 5 to 7 വരെ രാവിലത്തെ സെഷൻ. പിന്നെ സ്കൂളിൽ പോകാനുള്ള റെഡി ആവല്. അതിനുശേഷം സ്കൂള് ഒരു 8:40 സ്കൂളിലെത്തും. പിന്നെ 4 o'clock സ്കൂൾ കഴിയും. പിന്നെ ഞാൻ കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ പഠിത്തത്തിൽ എൻ്റെ മെയിൻ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്ലാസ്സിൽ പറ്റാവുന്ന അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുമ്പോൾ വീട്ടിൽ വന്നാൽ നമ്മൾക്ക് അതിനനുസരിച്ച് കുറവ് എഫേർട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ വൈകിട്ട് ഒരു 7 to 10 വൈകിട്ട് പഠിക്കുക. 7 to 10, 11 ആ ഒരു റേഞ്ചിൽ. എപ്പോൾ തൊട്ടാ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങിയത്? ലാപ്ടോപ്പ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ചെറുതായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിഷ്വലി ഇമ്പയർഡ് സ്റ്റുഡൻസിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാമെന്നുള്ളൊരു ഹോപ്പ് വന്നത് ആ സമയത്താണ്. അതിനുശേഷം ഞങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡ് ആ ഒരു സമയം ആവുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് 10th എക്സാം ലാപ്ടോപ്പിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു വാർത്ത അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അത് എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് എൻ്റെ ഇനിയുള്ള റിമൈനിങ് എക്സാംസ് എല്ലാം ഞാൻ കമ്പ്യൂട്ടറിലായിരിക്കും എഴുതുക എന്നുള്ള ഒരു
ആ ഒരു എയിം ആയിരുന്നു എൻ്റെ പിന്നീട്. അതുവരെ അപ്പൊ എന്താ ചെയ്തോണ്ടിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ? അതായത് ഞാൻ ഫസ്റ്റ് 7th വരെ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആലുവ കീഴ്മാണ്ടിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ അവിടെ ബ്രെയിൽ ലിപി, ബ്രെയിൽ റൈറ്റിംഗ് സിസ്റ്റം വിഷ്വലി ഇംപയർഡ് സ്റ്റുഡൻസിന് മാത്രമായിട്ട് കേറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചായിരുന്നു ഞാൻ ഫസ്റ്റ് 7th വരെ പഠിച്ചത്. അതുവരെ അല്ലെ? അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവില്ലേ? എന്താ പറയാ, ഇത്രയും മാർക്കൊക്കെ മേടിച്ച് പാസ്സായപ്പോഴേക്കും അവരൊക്കെ എന്താ പറയണേ? അച്ഛനും അമ്മയും അവരെന്നെ വളരെ പ്രൗഡാണ്. സോ ഐ എം റിയലി ഹാപ്പി ടു സാറ്റിസ്ഫൈ ദം ആൻഡ് ടു സാറ്റിസ്ഫൈ മൈസെൽഫ് ആസ് വെൽ. അവര് വളരെ സന്തോഷമാണ്. അച്ഛനും അമ്മയും മാത്രമല്ല, എൻ്റെ ഫാമിലി, എൻ്റെ ബ്രദർ, എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും എന്നെ ഈ എക്സാം പീരീഡിലൂടെ, അതായത് CBSEയുടെ 12th എക്സാം കമ്പ്യൂട്ടറിൽ എഴുതുകയാണെന്നുള്ള ആ ഒരു സമയത്ത് എന്നെ എല്ലാവരും, എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരും they gave me tremendous support. കുഞ്ഞിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും എന്താ പറയാ, സ്റ്റുഡൻസിന്റെ ഇടയിൽ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ആണെങ്കിലും മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അതോ അവര് കുഞ്ഞിലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആലുവ ബ്ലൈൻഡ് സ്കൂളിലാണ്. അപ്പോൾ അതിൽ വിഷ്വലി ഇംപയർഡ് സ്റ്റുഡൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. സോ അങ്ങനെ ഒരു ഫീലിംഗ് അവിടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പുറത്തു പോകുമ്പോഴാണെങ്കിലും അങ്ങനെ ഞാൻ വിഷ്വലി ഇംപയർഡ് ആണ് എന്നുള്ള ഫീലിംഗ് വെച്ചല്ല ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യുവാണെങ്കിലും ഐ ഡു വിത്ത് ദ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി. പിന്നെ ഞാൻ നമ്മളെ ലൈഫ് എൻജോയ് ചെയ്യുക, അല്ലാതെ ഞാൻ വിഷ്വലി ഇംപയർഡ് ആണെന്നുള്ളൊരു ഇത് ഞാൻ തോട്ടേ ഉണ്ടാവാറില്ല. പിന്നെ കൂടെയുള്ളവരാണെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല അല്ലേ? ഇല്ല, ഞാൻ 8th തൊട്ടാണെങ്കിലും 8th to 10th വരെ ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂളിലായിരുന്നു. അവിടെയാണെങ്കിലും ഈ നോർമൽ ആയിട്ടുള്ള വിഷ്വലി ഇംപയർഡ് അല്ലാത്ത ഫ്രണ്ട്സും എനിക്കുണ്ടായിരുന്നു. അവരാണെങ്കിലും എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. സോ അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ എന്താ പറയാ, ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്കൂളില് പ്രിൻസിപ്പളിലായാലും ഇവിടുത്തെ മാനേജ്മെന്റ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഭയങ്കര സപ്പോർട്ടാണ്. അതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ ആ ന്യൂസൊക്കെ കണ്ടതും ഒക്കെ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു ന്യൂസ് കണ്ടപ്പോഴേക്കും, ഇത്രയും മാർക്ക് മേടിച്ചിട്ട് പാസ്സായി എന്നുള്ളത്. കാരണം ഇവിടെയുള്ള ആളുകൾക്ക് ഇതൊരു പുത്തരിയല്ല എന്നുള്ളതാണ്. കാരണം മനോജ് നന്നായിട്ട് പഠിക്കുന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലേ? അത് ഞാനിവിടെ എൻ്റെ എല്ലാ മാർക്കുകളും ഞാൻ പെർഫോം ചെയ്യുന്നത് എല്ലാം എല്ലാവർക്കും അറിയാം. സോ they expected it from me actually. അതെ. ഇനി നമുക്ക് മനോജിന്റെ അച്ഛനെയും കൂടെ ഒന്ന് വിളിച്ചാലോ? അച്ഛന്റെ സന്തോഷം കൂടി അറിയണ്ടേ? Yes, of course. മനോജിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. മനോജിന്റെ അച്ഛന്റെ പേര് രമേശ്. മോന് ഇത്ര അധികം മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷം പറയും. സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഇത്ര പ്രതീക്ഷിച്ചില്ല. പറയാറുണ്ട് എപ്പോഴും ഒരു സെൻസേഷൻ ആവണം. ഈ സ്കൂളിൽ ഞാൻ ചേർത്തുമ്പോൾ തന്നെ എല്ലാ ദിവസവും പറയുന്ന ഒരു കാര്യമാണ്. കാരണം അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര ഡിസിപ്ലിനായിട്ട് ആദ്യം മുതലേ നമ്മളൊന്നും പുഷ് ചെയ്യേണ്ട കാര്യമില്ല. അവൻ്റെ കാര്യങ്ങൾ അവൻ വളരെ കൃത്യമായിട്ട് ചിട്ടയോട് കൂടിയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കാലത്ത് ഒരു 5:30 എണീക്കും. എന്നിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത് അവൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇതുള്ളത് കൊണ്ട് ഏത് കാര്യവും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ഒരു ഗോളും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്തുന്നുള്ളത് എനിക്ക് കോൺഫിഡൻ്റ് ആണ്. അപ്പം അത് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മളൊരു സെൻസേഷൻ ആയിരിക്കണം. അതെ. ഇപ്പോ എന്താ പറയാ, ഒരുപാട് സ്ട്രഗിൾസിൽ നിന്നിട്ടാണെങ്കിലും ആള് അത്രയും ഒരു മാർക്ക് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ എന്താ പറയാ, സ്കൂളുകളിലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്താ പറയണേ, കുറെ വീഡിയോസ് ഒക്കെ ഇറക്കിയപ്പോഴേക്കും റിലേറ്റീവ്സിന്റെ അവരുടെ ഇതെല്ലാവരും ഞങ്ങളുടെ കൺഗ്രാജുലേഷൻ പറയണ ആ മോനോട് എന്ന് പറഞ്ഞിട്ട് അവരുടെ റിലേറ്റീവ്സ് ഇപ്പൊ എല്ലാ സർക്കിളിൽ നിന്നും അഭിനന്ദനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. മനോജ് എങ്ങനെ പഠിക്കാറ്? ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് ഇപ്പം എന്താണ് സോഫ്റ്റ്വെയർ ആണോ അത്? അത് ടോക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. NVDA നോൺ വിഷ്വൽ ഡെസ്ക്ടോപ്പ് ആക്സസ് എന്ന് പറയും. ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കും, മൊബൈൽ ഫോൺ ഉപയോഗിക്കും. അപ്പൊ അത് റീഡ് ചെയ്തിട്ട് അത് നമ്മൾ എന്താണ് പ്രസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അത് സ്പോക്കൺ ഫീഡ്ബാക്ക് തരും.
തരും. അപ്പൊ അങ്ങനെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലെ? അപ്പൊ കുഞ്ഞിലേ മുതൽ അങ്ങനെ തന്നെയാണോ ചെയ്യാറ്? അല്ല, കുഞ്ഞിലേ മുതൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 4th 5th വരെ ബ്രെയിൽ ലിപിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് വായിക്കാൻ എന്തും കാര്യങ്ങൾക്കും എല്ലാം ബ്രെയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 6th 7th മുതലാണ് ഈ കമ്പ്യൂട്ടർ, അത് കീഴ്മാട് ബ്ലൈൻഡ് സ്കൂളിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ കൂടെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടെ പരീക്ഷകളും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് തന്നെ ചെയ്യാൻ പരിശീലിപ്പിച്ചു. പിന്നെ അത് പിന്നെ മൊബൈലിലേക്ക് അത് കൊണ്ടുവന്നതും മോൻ തന്നെയാണ്. പിന്നെ മൊബൈൽ വഴി ഇത് ചെയ്യാന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ മൊബൈലിൽ കേൾക്കലും നോട്ട്സ് തയ്യാറാക്കലും എല്ലാം അത് തന്നെയാണ്. ഇപ്പൊ നേരത്തെ അങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ചിട്ട് പിന്നീട് ഇപ്പോ എന്താ പറയാ ഒരു മിക്സഡ് ആ ഒരു സ്കൂളിലേക്ക് വന്നപ്പോഴേക്കും ഉള്ളൊരു ബുദ്ധിമുട്ട്, ടെൻഷൻ ഉണ്ടാവുക? അല്ല, അത് ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പാരൻസ് ഒക്കെ പറയാറുണ്ട് ശരിക്കും 4 വരെ ഇവർക്ക് ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കേണ്ട കാര്യമുള്ളൂ. കാരണം വായിക്കേണ്ട ആ ഒരു ബേസ്, അവർക്കൊരു ലിപി ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ നോർമൽ കുട്ടികളുടെ ഇടയിൽ തന്നെ ഇവർ വരണം എന്നുള്ളതാണ് ഇതുള്ളത്. പക്ഷെ ഞങ്ങൾ ബേസ് നല്ല പോലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ബ്ലൈൻഡ് സ്കൂളിൽ നിന്നത് കൊണ്ടാണ് ഈ കമ്പ്യൂട്ടറിനെ കുറിച്ചും എല്ലാം അവന് ആധികാരികമായിട്ടൊരു അറിവുണ്ടാവാൻ കാരണം. അതിനുശേഷം കുട്ടമശ്ശേരിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെയും ടീച്ചേഴ്സൊക്കെ കുട്ടമശ്ശേരിയിൽ 8ാം ക്ലാസ് മുതലാണ്, 8ൽ പിന്നെ 2020 കോവിഡിൻ്റെ ടൈമിൽ 8ാം ക്ലാസ് പൂർണ്ണമായിട്ടും പോകാൻ കഴിഞ്ഞില്ല. 9ാം ക്ലാസ് പാതിയോട് കൂടിയിട്ടാണ്, 9ഉം 10ഉമാണ് പിന്നെ അതാണ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോഴും ടീച്ചേഴ്സിന് എല്ലാവർക്കും വരെ മോൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ഈക്വലി ടാലന്റഡ് ആണ്. ഏതൊരു വിഷയമാണെങ്കിലും രണ്ടുപേരും കോമ്പറ്റേറ്റീവ്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റും കൂടി ഉള്ളത് കൊണ്ട് ഒന്നിനൊന്ന് ബെറ്റർ ആവുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ ആ വർഷത്തെ ടോപ്പറും ഇവർ രണ്ടുപേരും തന്നെയാണ്. അപ്പൊ മത്സരിച്ചാണ്. അപ്പൊ ഏതൊരു പ്രോഗ്രാമിനാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഔട്ട്സൈഡ് ക്വിസ് ആണെങ്കിലും എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് പോകുന്നത് മനോജായിരിക്കും. ക്വിസിലൊക്കെ ജില്ലാതലം വരെ എത്തിയിട്ടുണ്ട്, എറണാകുളം ജില്ലയിലേക്കൊക്കെ. പിന്നെ സ്വിമ്മിങ്ങില് സ്വിമ്മ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു അല്ലേ, 7ൽ പഠിക്കുമ്പോൾ പെരിയാർ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതും ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ഇത് തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് തോന്നിക്കഴിഞ്ഞു പറഞ്ഞാൽ അത് പഠിച്ചെടുക്കുക എന്നുള്ളൊരു ആശയമുണ്ട്. പിന്നെ സൈക്കിള് ചവിട്ടും. സൈക്കിള് ചവിട്ടാൻ നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുത്തതല്ല. അത് ഞാൻ അപ്പം വലിയ മോനെ ഞാൻ സൈക്കിള് ചെറുത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇവൻ എന്താ പറയുക ഇടയിൽ ഇങ്ങനെ ചെറിയതായതുകൊണ്ട് അത് ചവിട്ടിയിട്ട് വീണ് കഴിഞ്ഞു പറഞ്ഞാൽ അതൊന്നും ഉണ്ടാക്കാതെ അത് തനിയെ ചവിട്ടി കുറച്ചു ദൂരം ഇതായിട്ടുണ്ട്. ഇല്ലില്ല, ഞങ്ങളൊന്നും ഇല്ല, വേണ്ട. അങ്ങനെ സൈക്കിൾ ചവിട്ടാൻ അറിയാം. അതൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ ഒരു അപ്പൊ അതാ പറഞ്ഞത്, ഒരു ഹാർഡ് വർക്ക് ഉണ്ട് എന്ന് കഴിഞ്ഞു പറഞ്ഞാൽ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ അത് എത്തുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത് ഞാനിവിടെ വന്നപ്പം ഇങ്ങനെ അത് ഇവർക്ക് ആർക്കും ഒരു പുത്തരിയായിട്ടുള്ള കാര്യം, അവർക്ക് വലിയ സംഭവം അല്ല. ഓൾറെഡി മനോജ് നന്നായിട്ട് പഠിക്കും എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇത് വലിയ പിന്നെ CBSE ഉടനെ വരുമ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആർക്കും അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. അവർക്കും കാരണം ഇങ്ങനെയുള്ള കുട്ടി സെന്റ് ആന്റണീസിലെ ആദ്യത്തെ കുട്ടിയാണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ഇവിടെ വന്ന് പഠിക്കുന്നത് തന്നെ അവരുടെ എന്താ പറയുക ഈ സ്കൂൾ ചരിത്രത്തിൽ ആദ്യമാണ്. അപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്നത് അവന് മനസ്സിലാവുമോ, അത് ക്യാച്ച് ചെയ്യാൻ ആ കുട്ടിക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ സ്പെഷ്യൽ ക്ലാസ് കെയർ എന്ന് കഴിഞ്ഞാൽ ഇവരുടെ ക്ലാസ്സിൽ കൊമേഴ്സിൽ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ സ്കൂളിൻ്റെ സ്ട്രെങ്ത് അതിൽ. അപ്പോൾ ഈ 5 പേരെ ടീച്ചേഴ്സിന് നല്ലപോലെ ശ്രദ്ധിക്കാൻ കഴിയും. പിന്നെ ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി മനോജിന് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഇവിടുത്തെ സപ്പോർട്ട് അതും കൂടെ ആണല്ലോ, അതും ഒരു പാർട്ടാണല്ലോ. അതെ, എല്ലാ സ്കൂളിലും ഏത് സ്കൂളിലാണെങ്കിലും ഇപ്പോൾ ബ്ലൈൻഡ് സ്കൂൾ ആയിക്കോട്ടെ, കുട്ടമശ്ശേരി ഗവൺമെന്റ് സ്കൂൾ ആയിക്കോട്ടെ, ഇപ്പോൾ സെന്റ് ആന്റണീസ് ആയിക്കോട്ടെ, എല്ലാ ടീച്ചേഴ്സും ഭയങ്കരമായിട്ട് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ പാലക്കാടാണ്. മോന്റെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 12 വർഷമായിട്ട് ആലുവയിലും ഇപ്പൊ 2 വർഷമായിട്ട് കിഴക്കമ്പലത്തുമാണ്. ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് നിങ്ങൾ കിഴക്കമ്പലത്തേക്ക് മാത്രം? അതെ, ഞാൻ 10th കഴിഞ്ഞപ്പോൾ 10th സ്റ്റേറ്റ് സിലബസ് ആണ്.
അപ്പോൾ കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവ് CBSE ആണ്. സ്റ്റേറ്റ് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം CBSEയിൽ കിട്ടുമോ, ഇവന് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് ഒരിത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇവനത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണോ എന്ന് പറഞ്ഞിട്ട് കുറച്ചാളുകൾ ആലോചിച്ചിട്ട് മതി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അവനിലൊരു കോൺഫിഡൻ്റ് ഉള്ളത് കൊണ്ട് ഞാൻ എന്തായാലും ശരി, നമ്മളൊരു ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഒരു ചലഞ്ചാണ് ഇത്. വിൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ ഒന്നിനെക്കുറിച്ചും ഇനി ആലോചിക്കണ്ട എന്നുള്ളത് അത് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ വന്നത്. മനോജിന് ഇനി ആരാകണമെന്നാണ് ആഗ്രഹം? എനിക്ക് ഒരു സിവിൽ സർവൻ്റ് ആവണമെന്നാണ് താല്പര്യം. അതിനു വേണ്ടിയുള്ള എന്താ പറയാ ചവിട്ടുപടികൾ ഓരോന്നോ ഇങ്ങനെ കിടന്നോണ്ടിരിക്കുകയാണ് അല്ലേ? ഇനിയിപ്പം അടുത്തത് BA ആണ് എടുക്കാൻ പോകുന്നത്. BA എടുക്കാം. എക്കണോമിക്സ് അല്ലേ? എക്കണോമിക്സ് ആണോ ഇഷ്ടം? അപ്പൊ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരുന്നൊക്കെ അറിയാം. ടഫാണ്. അങ്ങനെ ഒന്നും ആലോചിക്കുന്നേ ഇല്ല. എന്താണെങ്കിലും നമ്മൾ പഠിച്ചെടുക്കും അല്ലേ? അങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ ആലോചിക്കാനേ നമ്മൾക്ക് ടൈം ഉണ്ടാവുള്ളൂ. അടിപൊളി. ഇതാണ് സ്പിരിറ്റ്. എന്തായാലും അടിപൊളിയായിട്ട് ഇനിയും പഠിക്കുക. അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് അല്ലാതെ എന്താ പറയാ എല്ലാവരുടെ കൂട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ട് അല്ലേ? അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന നാൾ മുതൽ മോൻ്റെ 2 പേരുണ്ട്. ഒന്ന് വിശ്വജിത്ത്, പിന്നെ പൗലോ, പിന്നെ എഡ്രിയാൻ. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സന്തത സഹചാരികളാണ്. മനോജ് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ എപ്പോഴും കൂടെ എന്ത് കാര്യത്തിനും അവർ വല്ല കൂടെ ഉണ്ട്. അത് തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. എത്ര നല്ലൊരു കൂട്ടുകാരനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ നല്ല കൂട്ടുകാരാണ് ഒരു പരിധിവരെ വിജയത്തിന് എന്താ പറയുക ഒപ്പം ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം. അതെ. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പലിൻ്റെ അടുത്തും കൂടെ ഒന്ന് സംസാരിച്ചാലോ? സെൻറ് ആന്റണീസ് പബ്ലിക് സ്കൂളിനെ ഇന്ന് ഏറ്റവും അഭിമാനത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് മനോജാണ്. 100% അന്ധനായ മനോജിലൂടെ ഈ വിദ്യാലയം CBSE സ്കൂളിൻ്റെ പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കി. എല്ലാ വിഷയത്തിനും A1 അതുപോലെ തന്നെ 2 വിഷയങ്ങൾക്ക് 100-ൽ 100 മാർക്ക് കരസ്ഥമാക്കിയ മനോജ് ഒരിക്കൽ പോലും വെയിലിൽ ലിപി ഉപയോഗിച്ചിട്ടില്ല, ഒരു സ്ക്രൈബിന് ഉപയോഗിച്ചിട്ടില്ല, ഒരു സഹായിയായിട്ട് ആരെയും ഉപയോഗിക്കാതെയാണ് CBSEയുടെ പരീക്ഷ എഴുതിയത്. അവൻ്റെ വിദ്യാലയം നടക്കുമ്പോൾ ഒരു വാക്കിംഗ് സ്റ്റിക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. അത്രമാത്രം സ്വതന്ത്രമായിട്ട് അവൻ ഈ വിദ്യാലയത്തിൽ നടന്നു നിൽക്കുകയായിരുന്നു. ഒത്തിരിയേറെ കഴിവുകളും അറിവുകളും ദാനങ്ങളും ഉള്ളൊരു വ്യക്തിയാണ്. ബാഹ്യമായ അന്ധത അവൻ്റെ ഉൾക്കണ്ണിനെ തുറന്ന് മനോഹരമായിട്ട് അവന് ഈ ലോകത്തെ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അവന് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം അതാണ്. ദൈവികമായുള്ളൊരു ഉൾവിളി അവൻ്റെ ജീവിതത്തിലുണ്ട്. അവന് ഉന്നതമായ വിജയം കരസ്ഥമാക്കാനായിട്ട് ഉന്നത പഠനത്തിനായിട്ട് പോകുമ്പോഴും അവൻ പറയുന്ന കാര്യം ഇതാണ്: ഞാൻ സാധാരണ വിദ്യാർത്ഥി പഠിക്കുന്നത് പോലെ പഠിക്കാനാണ് ആഗ്രഹിക്കുക. ഇനി അവൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉന്നതമായ ഡൽഹി ബേസ്ഡ് ഏതെങ്കിലും കോളേജുകളിൽ ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് പോകുമ്പോൾ അവൻ എല്ലാവിധ ആശംസകളും നേരുകയാണ് വിജയം വരിക്കാൻ വേണ്ടിയിട്ട്. ഈ വിദ്യാലയം എന്നും അഭിമാനത്തോടു കൂടി മനോജിനെ ഓർത്തിരിക്കും. മനോജിലൂടെ ദൈവം ഒരുപാട് നന്മകൾ ലോകം മുഴുവൻ ചൊരിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. ഒരു സ്പെഷ്യൽ കിഡ് ആയിട്ടുള്ള മനോജിനെ പഠിപ്പിക്കാനായിട്ട് ഒരു നോർമൽ കിഡിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പഠന രീതി? മറ്റ് സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു മനോജ്. അങ്ങനെ ഒരു ഭിന്നശേഷിക്കാരനെ നമ്മുടെ സ്കൂളിൽ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഇന്ന് മറ്റേത് സ്കൂളിലെയും പോലെ AV aids യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് റൂമുകളിലും നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസ് റൂമിലിരുന്ന് ഇങ്ങനെ ഒരു ഭിന്നശേഷിക്കാരൻ എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും വളരെയധികം കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ നമ്മളുടെ എക്സ്പെക്റ്റേഷനിൽ നിന്നും ഒത്തിരി വിരുദ്ധമായിട്ട് മറ്റേത് കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതിലും ഭംഗിയായി, ഈവൻ നമ്മൾ വിചാരിക്കും നമ്മൾ മൂവ് ചെയ്താൽ അറിയില്ല, നമ്മളെ ഇമോഷൻസ് മുഖത്ത് കാണിക്കുമ്പോൾ അത് കാണില്ല, അറിയില്ല എന്നൊക്കെ. പക്ഷേ നമ്മളെ ഏറ്റവും അധികം ആ ഒരു ക്ലാസ്സിൽ ക്യാച്ച് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ മനോജായിരിക്കും.
അത് ക്ലാസ്സിൽ പറയുന്ന ഓരോ കാര്യം, ഈവൻ നമ്മുടെ മൈന്യൂട്ടായിട്ടുള്ളൊരു പ്രൊനൗൺസിയേഷൻ പോലും അത് അതേ രീതിയിൽ ക്യാച്ച് ചെയ്തിട്ട് ഹീ ഈസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ബാക്ക് ടു അസ്. ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് പോലും വളരെ ഭംഗിയായിട്ട് അതിനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുകയാണെങ്കിൽ അതിൽ ഭാഗഭാക്കാവുന്നു. അങ്ങനെ പഠിക്കുന്ന കാര്യത്തിൽ അക്കാഡമിക്സിൻ്റെ ഏരിയയിൽ ഏറ്റവും ഭംഗിയായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടിയായിരുന്നു മനോജ്. അത് ക്ലാസ് മുറിയിലും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഫൈനലി ഞങ്ങൾ ബോർഡ് എക്സാം റിസൾട്ടിലും ആ ഒരു മികവ് അവൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ആക്ച്വലി സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മുടെ സ്കൂളിനെ കാണിച്ച, ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത ആ വളരെ ചുരുങ്ങിയ ഒരു പോപ്പുലേഷനിൽ പെടുന്ന ഒരു മുത്താണ് ഞങ്ങളുടെ മനോജ്. ഒരുപാട് പ്രൗഡാണ് ഞങ്ങൾ മനോജിൻ്റെ കാര്യം പറയുമ്പോൾ. ഇനിയും ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മനോജിനെ കുറിച്ച് നീണ്ട ഒരു ടോക്കിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. അത്രയും ഞങ്ങൾക്കുണ്ട് വിശേഷങ്ങൾ മനോജിനെ കുറിച്ച് പറയാൻ. അപ്പൊ മനോജ് നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. താങ്ക് യു. ഓക്കെ.